അതേസമയം സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. സിറിയയിലുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ദിലീപ്, ഇതിൽ വളരെ ചുരുങ്ങിയ ഇന്ത്യക്കാരേ ഉള്ളൂ, 90 ഇന്ത്യക്കാരോ മറ്റോ ആണ് ആകെ സിറിയയിൽ ഉണ്ടായിരുന്നത്. അതിൽ പലരും UN-ലെ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയാണ്. അവരൊക്കെ സുരക്ഷിതരാണെന്ന് കരുതാമല്ലോ. എന്താണ് പുതിയ ഭരണകൂടത്തോട് അല്ലെ വരാനിരിക്കുന്ന ഭരണകൂടത്തോടുള്ള ഇന്ത്യയുടെ സമീപനം എന്നതിൽ എന്തെങ്കിലും സൂചനകൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ടോ? വിജയകുമാർ, 90 ഇന്ത്യക്കാർ മാത്രമാണ് സിറിയയിലുള്ളത്. ഇതിൽ 14 പേർ UN-ന്റെ വിവിധ ഓഫീസുകളിൽ ജോലിയെടുക്കുന്നവരാണ്. ഇവരിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നവരിൽ സാധ്യമാകുന്നവർ എത്രയും വേഗം മടങ്ങണം എന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ സിറിയ വിട്ടു പോകണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ദമാസ്കസിലെ ഇന്ത്യൻ എംബസി എല്ലാ സഹായവും നൽകുന്നതിന് സദാസമയവും സജ്ജമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ബന്ധം ശക്തമായിരുന്നു എന്നതാണ്. അത് ആ മേഖലയിലെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ, അതോടൊപ്പം തന്നെ നേരത്തെ മുതൽ വർഷങ്ങളായി നയതന്ത്ര ബന്ധം ഇന്ത്യയും സിറിയയും തമ്മിൽ വളരെ ദൃഢവും ശക്തവുമായിരുന്നു. അത് പല രാജ്യാന്തര വേദികളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് സിറിയ ഇന്ത്യയുടെ പല നിലപാടുകളെയും സ്വാഗതം ചെയ്യുകയും ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിലൊക്കെ UN-ലടക്കം സിറിയ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം എന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുകയാണ് നേരത്തെ മുതൽ തന്നെ സിറിയ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും സിറിയയ്ക്ക് പല ഘട്ടങ്ങളിലും നേരത്തെയൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ 2011 അറബ് വസന്തം ഈ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ശക്തി ആർജിച്ചപ്പോൾ അന്ന് ഇന്ത്യ ഈ വിഷയം സിറിയ തന്നെ പരിഹരിക്കേണ്ടതാണ്, അതിന് ബാഹ്യശക്തികളുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ അറബ് ലീഗിൽ നിന്ന് പോലും സിറിയ പുറത്തായ ഘട്ടത്തിലും ദമാസ്കസിലെ ഇന്ത്യൻ എംബസി അടയ്ക്കാതെയും അങ്ങനെ ആ രാജ്യവുമായുള്ള ബന്ധം അത് ദൃഢമാണ് എന്ന് ആവർത്തിച്ച് ഇന്ത്യ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അറബ് ലീഗിൽ തിരിച്ചെത്തിയ ശേഷം 2023 വീണ്ടും സിറിയ തിരിച്ചെത്തുന്നത്. അതിനുശേഷം, അതായത് കഴിഞ്ഞ വർഷം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘം സിറിയ സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിറിയയിൽ അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ വിമത സംഘടനയായിട്ടുള്ള HTS എന്ന ആ സംഘടന, അതിനെ പിന്തുണയ്ക്കുന്നവരാണ് തുർക്കി. പക്ഷേ തുർക്കിയുടെ തന്നെ എർദോഗൻ്റെ സ്റ്റാൻഡ് നേരത്തെ മുതലുള്ള കശ്മീർ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന, UN-ൽ സ്ഥിരമായി ഈ വിഷയം ഉന്നയിക്കുമായിരുന്നു, കശ്മീർ വിഷയം. പക്ഷേ ആ വിഷയം ഉന്നയിക്കേണ്ടെന്ന് കഴിഞ്ഞ UN-ന്റെ യോഗത്തിൽ അത്തരമൊരു നിലപാടിലേക്ക് എർദോഗൻ എത്തിയിരുന്നു. അതായത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ മേഖലയിൽ തുർക്കിക്ക് കൂടി ഇനി ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകും. അതേതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ത്യ സിറിയയിൽ തന്നെ നിരവധി നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിലായി ഇന്ത്യ തന്നെ ഇനി വലിയ തോതിൽ നിക്ഷേപം നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇടനാഴിയായിരുന്നു ഈ അവിടുത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൂടി സൂയസ് കനാൽ, മെഡിറ്ററേനിയൻ, അങ്ങനെ അതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂറോപ്പ് കോറിഡോർ, ഒരു ഇടനാഴി. അത്തരം ആ ഇടനാഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇനി പുതിയ ഭരണകൂടം എന്തായിരിക്കും സിറിയ സ്വീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഇതിനകം തന്നെ IT ഉൾപ്പെടെയുള്ള നിരവധി മേഖലകൾ ഇന്ത്യയുടെ വലിയ നിക്ഷേപമുണ്ട്. ONGC-യുമായി ചേർന്നുകൊണ്ടുള്ള അവിടെ ഈ എണ്ണ പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള നിക്ഷേപമുണ്ട്. ഇന്ത്യ പ്രധാനമായും അരി, തുണിത്തരങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്നുകൾ, ഇവയൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കൂടിയാണ് സിറിയ. അതുകൊണ്ട് തന്നെ സിറിയയിലെ ഓരോ നീക്കങ്ങളെയും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. വിജയൻ. പുതിയ ഭരണകൂടത്തോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നതിൽ വൈകാതെ വിദേശകാര്യ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തും. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സിറിയയിലുള്ള ഇന്ത്യക്കാരോട് മടങ്ങാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറേ അധികം ആളുകൾ UN-ലേക്ക് ഉദ്യോഗസ്ഥരാണ്. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. ബി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.